40 വിദ്യാർത്ഥികൾ ഉള്ള നിരയിൽ വലതേ അറ്റത്ത് നിന്ന് 18ാമതുള്ള എയുടെ വലതുഭാഗത്ത് 5ാമതാണ് ബി. എന്നാൽ ബിയുടെ ഇടതുഭാഗത്ത് നിന്നുള്ള സ്ഥാനം എത്ര? 40 വിദ്യാർത്ഥികളുള്ള ഒരു നിരയാണ്. ഈ നിരയിൽ 40 വിദ്യാർത്ഥികളാണ് ആകെയുള്ളത്. 40 വിദ്യാർത്ഥികൾ ആകെയുണ്ട്. വിദ്യാർത്ഥികളുള്ള നിരയിൽ വലതേ അറ്റത്ത് നിന്ന്, അപ്പോൾ ഇത് ഇടതുഭാഗം ലെഫ്റ്റ് സൈഡ്, ഇത് വലതുഭാഗം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. വലതേ അറ്റത്ത് നിന്ന് 18ാമതാണ് എ. വലതേ അറ്റത്ത് നിന്ന് 18ാമത് എ. വലതുഭാഗത്ത് നിന്ന് 18ാമത് ഇവിടെയാണ് എയുടെ സ്ഥാനം. വലതുഭാഗത്ത് നിന്ന് 18ാമത് ഇവിടെ എയുടെ സ്ഥാനം 18th ആണ്. വലതുഭാഗത്ത് നിന്ന് 18ാമതാണ് എയുടെ സ്ഥാനം. വലതേ അറ്റത്ത് നിന്ന് 18ാമതുള്ള എയുടെ വലതുഭാഗത്ത്, ഈ എയുടെയും വലതുഭാഗത്ത് 5ാമതാണ് ബി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 5ാമതാണ് ബി. അപ്പോൾ 1 2 3 4 5 ഇവിടെയാണ് ബി. അപ്പോൾ ഒരു വരിയിൽ വലതുഭാഗത്ത് നിന്ന് 18ാമതാണ് എ. ആ എയുടെ വലതുഭാഗത്ത് 5ാമതാണ് ബി. ചോദ്യം എന്താ? എന്നാൽ ബിയുടെ ഇടതുഭാഗത്തുള്ള സ്ഥാനം, ഈ ബി ഇടതുഭാഗത്ത് നോക്കുമ്പോൾ എത്രാം സ്ഥാനത്താണ്? അതിന് നമുക്ക് ഈ ഭാഗത്ത് എ ഉൾപ്പെടെ 18 പേരാണ്. എയുടെ 18ാമതാണെന്ന് പറഞ്ഞാൽ എ ഉൾപ്പെടെ ഇവിടെ 18 പേരുണ്ട്. അപ്പോൾ ബാക്കി ആകെ 40 ആണെങ്കിൽ ഈ ഭാഗത്ത് എത്ര വരിക? ഈ ഭാഗത്ത് എനെ കൂട്ടാണ്ട്, എനെ നമ്മൾ അപ്പുറത്തെടുത്തു, അതുകൊണ്ട് ഈ ഭാഗത്ത് 40 എന്ന് 18 കുറച്ചാൽ 22. അപ്പോൾ ഇവിടെ 22 പേരുണ്ട്. എനെ നമ്മളിവിടെ കൂട്ടിയിട്ടില്ല, 22 പേരുണ്ട്. അപ്പോൾ എ 23ാമത്, 24ാമത്, 25, 26, 27, 28. ഇടതുവശത്ത് നോക്കുമ്പോൾ ബി എത്രാമതാണ്? 28ാമതാണ്. ഇടതുവശത്ത് നോക്കുമ്പോൾ ബിയുടെ സ്ഥാനം